ഈശോയിൽ സ്നേഹമുള്ളവരെ, പുതുപ്പാടി വിൻസെൻഷ്യൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഏവർക്കും പ്രാർത്ഥനാശംസകൾ. ജുബിലാത്തെ വചനവിരുന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഭാഷിതങ്ങളുടെ പുസ്തകം അധ്യായം 30 വാക്യം 33. എന്തെന്നാൽ പാല് കടഞ്ഞാൽ വെണ്ണ കിട്ടും, മൂക്കിനിടിച്ചാൽ ചോര വരും, കോപം ഇളക്കിവിട്ടാൽ കലഹമുണ്ടാകും. ഓരോ പ്രവൃത്തിക്കും അതിൻ്റേതായിട്ടുള്ള ഫലമുണ്ടാകും. അപ്പോൾ വചനത്തിലൂടെ നമുക്ക് വളരെ നല്ലൊരു ഉപദേശം ദൈവത്തിൻ്റെ വചനം നമുക്ക് തരികയാണ്. നമ്മുടെ ഓരോ പ്രവൃത്തിയും വേണ്ട വിധം ആലോചിച്ചും പ്രവർത്തിച്ചുമായിരിക്കണം. പ്രത്യേകിച്ച് കോപത്തിൻ്റെ കാര്യം, കോപം നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കണം. കോപം നിയന്ത്രിച്ചില്ല എങ്കിൽ വലിയ പ്രതിസന്ധികളിലേക്ക് കടന്നു പോകും എന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രത്യേകമായിട്ട് അഹങ്കാരവും ക്രോധവും ഒത്തിരിയേറെ തർക്കങ്ങൾക്കും ശത്രുതകൾക്കും ഒക്കെ കാരണമായി തീർന്നിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ ലോകത്തിൽ നടക്കുന്ന യുദ്ധങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിച്ചാൽ, അതിൻ്റെ അടിസ്ഥാന കാരണങ്ങളിലേക്ക് നമ്മൾ പോയാൽ ചിലപ്പോൾ ചില രാജ്യങ്ങളുടെ പ്രകോപനങ്ങളോ അല്ലെങ്കിൽ ചില കോപം ഉണർത്തുന്ന രീതിയിലുള്ള പ്രവൃത്തികളോ ആണ് ഒരു യുദ്ധങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. അതല്ലെങ്കിൽ ചില പ്രതിസന്ധികൾ, കുടുംബത്തിലെ ചില പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ ചിലപ്പോൾ ഒരാളുടെ കോപം നിയന്ത്രിക്കാതെയുള്ള പെരുമാറ്റമോ വാക്കുകളോ പ്രവൃത്തികളാണ് പല ദാമ്പത്യ പ്രശ്നങ്ങളുടെയും പിന്നിലുള്ളത്. അത് സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും ഉള്ള പ്രതിസന്ധികളിലേക്കൊക്കെ കടന്നു വന്നാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. പ്രകോപനപരമായ അല്ലെങ്കിൽ കോപം നിയന്ത്രിക്കാനാകാതെയുള്ള പ്രവർത്തനങ്ങളാണ് വലിയ അപകടങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കും ഒക്കെ കൊണ്ടുപോകുന്നത്. അപ്പോൾ സ്നേഹമുള്ളവരെ, ഓരോ പ്രവൃത്തിക്കും അതിൻ്റേതായ ഫലമുണ്ട്. അതാണ് ഈ വചനത്തിലൂടെ ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ വളരെ മനോഹരമായിട്ട് പറയുകയാണ്, സാധാരണ ജീവിത അനുഭവങ്ങളിലെ കാര്യമാണ് പാല് കടയുക എന്നുള്ളത്. പാല് കടഞ്ഞു കഴിഞ്ഞാൽ വെണ്ണ കിട്ടും. അപ്പോൾ പാല് കടയുന്നതനുസരിച്ച് വെണ്ണ കിട്ടും. അതോടൊപ്പം ഒരാളുടെ മൂക്കിൽ ശക്തമായിട്ട് ഇടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രക്തം വരും. അതതിൻ്റെ പരിണിത ഫലമാണ്, ഒരു പ്രവൃത്തിയുടെ പരിണിത ഫലമാണ്. ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, കോപം ഇളക്കി വിട്ടാൽ വലിയ കലഹങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന് കർത്താവിൻ്റെ വചനം മുന്നറിയിപ്പ് നൽകുകയാണ്. സ്നേഹമുള്ളവരെ, അനുദപത്തിനും ജീവിത നവീകരണത്തിനും വേണ്ടിയൊക്കെ മാറ്റിവെച്ചിട്ടുള്ള കാലത്ത് നമ്മൾ പ്രത്യേകമായിട്ട് ആത്മശോധന ചെയ്യേണ്ട ഒരു കാര്യമാണ്, എൻ്റെ കോപം എങ്ങനെയാണ്? കോപത്തെ നിയന്ത്രിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? അതോ എന്നിലുള്ള നിയന്ത്രിക്കാനാകാത്ത കോപം മൂലം ബന്ധങ്ങളിൽ വിള്ളലും പ്രതിസന്ധികളുമൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ ആത്മശോധന ചെയ്ത് കോപത്തെ നിയന്ത്രിക്കേണ്ടതുണ്ട്. പൗലോസ് ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ ജഡത്തിൻ്റെ വ്യാപാരങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ജഡത്തിൻ്റെ വ്യാപാരങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട്, ഈ സ്വഭാവങ്ങളുള്ളവർ, ഈ പ്രത്യേകതകളുള്ളവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ മുന്നേ പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിക്കുന്നു എന്ന് പൗലോസ് ലീഹ പഠിപ്പിക്കുമ്പോൾ, അതിൽ കോപത്തെ ജഡത്തിൻ്റെ വ്യാപാരമായിട്ടാണ് പൗലോസ് ലീഹ നമുക്ക് പറഞ്ഞു തരുന്നത്. കോപം അത് ജഡത്തിൻ്റെ വ്യാപാരമാണ്. അതിനതിജീവിക്കണം. അതിനതിജീവിച്ചാലാണ് നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പൗലോസ് ലീഹ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും അതനുസരിച്ചാണ് ഫലമുണ്ടാകുന്നത്. നല്ലത് ചെയ്താൽ നല്ല ഫലങ്ങൾ ഉണ്ടാകും. ചീത്ത പ്രവൃത്തികൾ, മോശമായ പ്രവൃത്തികൾ ചെയ്താൽ ചീത്ത ഫലങ്ങൾ ഉണ്ടാകും. യേശുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് ചുരുക്കത്തിൽ വചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 10-ാം അധ്യായം 38-ാം തിരുവചനം, അവൻ നന്മ പ്രവർത്തിച്ചുകൊണ്ടും പിശാചിനാൽ പീഡിപ്പിക്കപ്പെട്ടവരെ സുഖപ്പെടുത്തിക്കൊണ്ടും ചുറ്റി സഞ്ചരിച്ചുവെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ യേശുവിനെക്കുറിച്ച് ഒരൊറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ വചനത്തിൽ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്, അവൻ നന്മകൾ പ്രവർത്തിച്ചുകൊണ്ട് കടന്നുപോയി. അവൻ നന്മകൾ പ്രവർത്തിച്ചുകൊണ്ട് കടന്നുപോയി. സ്നേഹമുള്ളവരെ, നമ്മെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ളവർ ആഗ്രഹിക്കുന്നതും നമ്മുടെ ചുറ്റുപാടുമുള്ളവരും ആഗ്രഹിക്കുന്ന നന്മകൾ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ നന്മകൾ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായി മുമ്പോട്ട് പോകുവാൻ നമുക്ക് കോപത്തെ നിയന്ത്രിക്കാൻ സാധിക്കേണ്ടതുണ്ട്. ചെറിയ ചെറിയ തർക്കങ്ങൾ പോലും കൊലപാതകങ്ങളിലെത്തുന്നു. നമ്മളിപ്പോൾ ഓരോ ദിവസത്തെ വാർത്തകളൊക്കെ എടുത്താൽ നമ്മൾ അതല്ലേ കാണുന്നേ. സ്കൂൾ കുട്ടികളുടെ ഇടയിൽ പോലുമുള്ള ചെറിയ ചെറിയ തർക്കങ്ങൾ,
അത് വലിയ കോപത്തിലേക്ക് പോകുന്നു. കത്തി കൊണ്ട് സ്കൂളിലേക്ക് ചെല്ലുന്നു, കൂടെയുള്ള കുട്ടിയെ കുത്തുന്നു, കൊല്ലുന്നു. അങ്ങനെയുള്ള സംഭവങ്ങൾ പതിവായിരിക്കുന്നു. സ്നേഹമുള്ളവരെ, അതോടൊപ്പം അധ്യാപകരെ പോലും ഭീഷണിപ്പെടുത്തുന്ന കുട്ടികൾ. അപ്പോൾ അവിടെയൊക്കെ ആ കോപത്തെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. ഒരു കുട്ടി അധ്യാപകനോട് തീർത്ത് കളയും അല്ലെങ്കിൽ കൊന്നുകളയുമെന്നൊക്കെ പറയണമെങ്കിൽ ആ കുട്ടിയുടെ ഉള്ളിൽ എന്തുമാത്രം കോപം ജ്വലിക്കുന്നുണ്ട്, എന്തുമാത്രം കോപമുണ്ട്. അതുകൊണ്ടാണല്ലോ പറയുന്നത്. ഇത് തന്നെയാണ് പലപ്പോഴും സംഭവിക്കുന്നത്. കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഒക്കെ ഇത് സംഭവിക്കുന്നുണ്ട്. കോപത്തെ നിയന്ത്രിക്കാൻ പ്രത്യേകിച്ച് ഈ പുതിയ കാലഘട്ടത്തിൽ പലർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, കോപത്തെ നിയന്ത്രിക്കേണ്ടതുണ്ട്. ഈ കോപം എന്ന് പറയുന്നത് അതൊരു നല്ല ഗുണമല്ല. അതിനെ നമ്മൾ അതിജീവിച്ചാലേ നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും വചനം പഠിപ്പിക്കുകയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 15-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ വചനം പറയുകയാണ്, സൗമ്യമായ മറുപടി ക്രോധം ശമിപ്പിക്കുന്നു, പരുഷമായ വാക്ക് കോപം ഇളക്കിവിടുന്നു. സ്നേഹമുള്ളവരെ, കോപം ഇളക്കിവിടുന്ന സംസാരങ്ങൾ ഉണ്ടാകരുത്. സൗമ്യമായിട്ട് സംസാരിക്കാൻ നമുക്ക് സാധിക്കണം. സൗമ്യമായിട്ട് സംസാരിക്കാൻ സാധിച്ചാൽ നമുക്ക് കുറേ പ്രശ്നങ്ങൾ ജീവിതത്തിലെ, കുടുംബത്തിലെ, അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലൊക്കെ കുറേ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഞാനൊരു കുടുംബത്തിലെ ഒരു ഡിവോഴ്സിലേക്ക് ഒരു കുടുംബം പോയതിനെക്കുറിച്ച് അതൊരു പുസ്തകത്തിൽ വായിച്ചാണ്, എൻ്റെ അനുഭവമല്ല, ഒരു പുസ്തകത്തിൽ വായിച്ച്. അപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും അവരിങ്ങനെ അവരുടെ കുടുംബം. അപ്പോൾ ഈ ഭർത്താവിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. എല്ലാ ദിവസവും അദ്ദേഹത്തിൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അദ്ദേഹം ഒരു മണിക്കൂർ സമയം കവലയിൽ പോകും. അങ്ങനെ കവലയിൽ പോയി അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോടൊക്കെ വർത്തമാനം പറഞ്ഞ് അങ്ങനെ അവിടെ കുറച്ച് നേരമൊക്കെ 1 മണിക്കൂറിലും ചെലവിട്ട് വരും. അപ്പോൾ ഇങ്ങനെ ഇദ്ദേഹം ദിവസവും കവലയിൽ പോകുന്നത് ഭാര്യയ്ക്ക് അത് തീരെ ഇഷ്ടമല്ല. അപ്പോൾ അദ്ദേഹം അങ്ങനെ തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വഴക്കടിക്കാറുണ്ട് ഈ ഭാര്യ. അപ്പോൾ ഒരു ദിവസം ഈ ഭർത്താവ് തിരിച്ചു വന്നപ്പോൾ ഇങ്ങനെയാണ് ചോദിച്ചത്, നിങ്ങളുടെ തെണ്ടലൊക്കെ കഴിഞ്ഞ് പോന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് കേട്ടപ്പോൾ തെണ്ടി നടക്കുകയായിരുന്നല്ലോ, തെണ്ടലൊക്കെ കഴിഞ്ഞെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിനും ദേഷ്യം വന്നു. അദ്ദേഹം ഉടനെ തന്നെ ചോദിച്ചു, നീ ആരാ ചോദിക്കാൻ, എൻ്റെ സൗകര്യം പോലെ ഞാൻ പോകും എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ ഈ സഹോദരി ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ ഇയാൾ പെണ്ണ് കെട്ടാൻ പാടില്ലായിരുന്നു, ഇങ്ങനെ തോന്നിയ പോലെയൊക്കെ തെണ്ടി നടക്കാനാണെങ്കിൽ പെണ്ണ് കെട്ടാൻ പാടില്ലായിരുന്നു. ആണാണെന്ന് പറയുന്നു, അപ്പനാണെന്ന് പറയുന്നു, കെട്ടിയോനാണെന്ന് പറയുന്നു, ഒരു ഉത്തരവാദിത്വം നിറവേറ്റുന്നില്ല എന്ന് അപ്പോൾ ഈ ഭാര്യ പറയുകയാണ്. അപ്പോൾ അതിന് മറുപടി അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, നിന്റെ അമ്മയുടെ കുഴപ്പമാണിതെല്ലാം, നിന്നെ വളർത്തു ദോഷമാണിത്. അപ്പോൾ ഈ ഭാര്യ പറയുന്നുണ്ട്, എൻ്റെ അമ്മയെ പറഞ്ഞാലുണ്ടെങ്കിൽ എനിക്ക് ദേഷ്യം വരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഭർത്താവ് പറയുന്നുണ്ട്, നീ എന്ത് ചെയ്യും, എൻ്റെ അമ്മയെ പറഞ്ഞാൽ നീ എന്ത് ചെയ്യും? അപ്പോൾ ഈ സ്ത്രീയെ ഓടിച്ചെന്ന് ആ ഭർത്താവിനെ പിടിച്ച് തള്ളുന്നുണ്ട്. ഭർത്താവിനെ തള്ളുമ്പോൾ അദ്ദേഹം ഈ സ്ത്രീയെ പിടിച്ച് നന്നായിട്ട് തല്ലുന്നുണ്ട്. അങ്ങനെ ആ വഴക്ക് വളരെ ശക്തമാകുകയും അയൽപ്പക്കക്കാരൊക്കെ വരികയും ചെയ്യുന്നു. അത് പിന്നീട് ഈ വഴക്ക് അത് വളരെയധികം കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ഈ വഴക്ക് മുറുകയും പിന്നീട് അത് ഡിവോഴ്സിൻ്റെ വക്കിൽ വരെ എത്തുകയും ചെയ്ത ഒരു കേസാണ്. അപ്പോൾ സ്നേഹമുള്ളവരെ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണങ്ങൾ നമ്മൾ ചിന്തിച്ചാൽ നിയന്ത്രിക്കാനാകാത്ത കോപവും പ്രകോപനപരമായ വാക്കുകളുമാണ്. അത് ഭാര്യ ഭർത്തൃ ബന്ധത്തിലാകട്ടെ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിലാകട്ടെ, നമ്മൾ ആരെയും പ്രകോപിപ്പിക്കരുത്, പ്രത്യേകിച്ച് കോപം ഇളക്കി വിടരുത് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ചില കുടുംബങ്ങളിൽ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്ന പോലെയല്ല കുട്ടികൾ ജീവിക്കുന്നത്, അല്ലെങ്കിൽ കുട്ടികൾ പഠിക്കുന്നത് എന്നറിയാം. പക്ഷേ ഈ കുട്ടികളെ പ്രകോപിപ്പിക്കുന്ന വിധത്തിൽ പ്രവർത്തിച്ചാൽ ചിലപ്പോൾ ഈ കുട്ടികൾ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നും നമുക്കറിഞ്ഞുകൂടാ. അതും ഈ കാലഘട്ടത്തിൽ വലിയൊരു പ്രതിസന്ധിയാണ്. കുട്ടികളോട് സൗമ്യമായിട്ട് ഇടപഴകുവാൻ മാതാപിതാക്കളും അധ്യാപകർക്കും പ്രത്യേക പരിശീലനം ലഭിക്കണം. കാരണം പ്രത്യേകം കോപം ഇളക്കി വിട്ടാൽ വലിയ പ്രതിസന്ധികളുണ്ടാകും, കലഹങ്ങളുണ്ടാകും എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സഭാപ്രസംഗന്റെ പുസ്തകത്തിൽ 7-ാം അധ്യായം 9-ാം തിരുവചനം, ക്ഷിപ്രകോപം അരുത്, കോപം ഭോഷന്റെ മടിയിൽ വിശ്രമിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ഭോഷന്റെ മടിയിലാണ് കോപം വിശ്രമിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നിസാര കാര്യങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും കോപിക്കുന്നു, എടുത്തു ചാടുന്നു. അങ്ങനെയുള്ളവരെ ഭോഷന്മാരാണെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. കാരണം കുറച്ചുകൂടെ വിവേകത്തോടുകൂടെ, ജ്ഞാനത്തോടുകൂടെ, ആത്മസംയമനത്തോടുകൂടെ നമുക്ക് പെരുമാറാൻ പഠിക്കേണ്ടതുണ്ട്. നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കേണ്ടതുണ്ട്. പൗലോസ്ലീഹ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായം 26-ാം തിരുവചനത്തിൽ വചനം പറയുകയാണ്,
കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടുപോകാതിരിക്കട്ടെ. അതേ സ്നേഹമുള്ളവർ, ജീവിതത്തിൽ ഒരു കുടുംബത്തിലായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു തൊഴിൽ സ്ഥാപനം നടത്തുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വം നമുക്കുള്ളപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമുക്ക് കോപിക്കേണ്ടി വന്നേക്കാം. മക്കളെ വളർത്തുമ്പോൾ ചിലപ്പോൾ കോപിക്കേണ്ടി വന്നേക്കാം. അല്ലെങ്കിൽ ജോലി സ്ഥലങ്ങളിൽ വേണ്ടതുപോലെ ജോലി ചെയ്യാതിരിക്കുമ്പോഴോ അനീതി കാണുമ്പോഴോ ചിലപ്പോൾ നമുക്ക് കോപിക്കേണ്ടി വന്നേക്കാം. എന്നാൽ കർത്താവിൻ്റെ വചനം പറയുകയാണ്, അത് സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടുപോകാതിരിക്കട്ടെ. അതിനർത്ഥം എന്താണ്? ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞ് വീണ്ടും രമ്യതയിലേക്കും സ്നേഹത്തിലേക്കും സന്തോഷത്തിലേക്കും കടന്നു വരുവാൻ നമുക്ക് സാധിക്കണം. അല്ല എങ്കിൽ കോപം, കലഹങ്ങൾ ഇളക്കിവിടുമെന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഒരിക്കലും ഒരു സഹോദരി എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം ഇതാണ്. ആ സഹോദരിയുടെ ഭർത്താവ് ഒരു സ്ഥാപനത്തിലും പോയിട്ട് ജോലിക്ക് സ്ഥിരമായിട്ട് നിൽക്കുകയില്ല. നന്നായിട്ട് ജോലി ചെയ്യും, പട്ടിയെപ്പോലെ പണിയെടുക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യും. പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രശ്നം, ചില കാര്യങ്ങൾ പിടിക്കാതെ വന്നു കഴിഞ്ഞാൽ വായിൽ തോന്നുന്ന വിധത്തിൽ ദേഷ്യപ്പെടും, ബഹളമുണ്ടാക്കും. അപ്പോൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ പോകുന്നു, പിന്നീട് അവിടെ ഒരു വർഷമൊക്കെ പോയി ജോലിക്ക് നിൽക്കും. അത് കഴിഞ്ഞ് അവരവിടെ നിന്ന് പിരിച്ചുവിടും, അല്ലെങ്കിൽ ഇദ്ദേഹം അവിടെ നിന്ന് പിരിഞ്ഞു പോകും. അങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ പല വർഷങ്ങളിലും ഇങ്ങനെ മാറി മാറി ജോലിക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഭാര്യ പറയായിരുന്നു, ഇങ്ങനെ എല്ലാ വർഷവും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജോലി മാറി മാറി പോകുന്നത് കൊണ്ട് ഞങ്ങൾക്കൊരു സാമ്പത്തിക വളർച്ചയും ഉയർച്ചയും ലഭിക്കുന്നില്ല. നന്നായിട്ട് പണി അറിയാം, നന്നായിട്ട് പണി ചെയ്യും, പണി ചെയ്യാൻ യാതൊരു മടിയുമില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള കോപമാണ്, എടുത്തുചാട്ട പ്രകൃതിയാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം. അത് സത്യമാണ്. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ കോപത്തെ നിയന്ത്രിച്ചാലേ ആത്മീയ ഉയർച്ച ഉണ്ടാവുള്ളൂ, ഭൗതിക ജീവിതത്തിലും നമുക്ക് ഉയർച്ച ഉണ്ടാകുള്ളൂ. കർത്താവിൻ്റെ ഈ വചനപ്രകാരം നമ്മളുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. കോപം ഇളക്കിവിടാതിരിക്കാൻ പരിശ്രമിക്കാം. സൗമ്യമായ മറുപടി പറയാൻ നമുക്ക് പരിശ്രമിക്കാം. ഈ കോപത്തെ അതിജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ആരാധനയിൽ അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ, തുല്യം ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. സ്നേഹമേ സ്വന്തമേ, സ്നേഹമേ സ്വന്തമേ, അങ്ങേ മാർവിൽ ചായുന്നു ഞാൻ, അങ്ങേ മാർവിൽ ചായുന്നു ഞാൻ. ആരാധന 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 ആരാധന. എല്ലാവരും ചേർന്ന് ആരാധന 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 എല്ലാം സമർപ്പിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ വലിയ ശക്തി നമ്മളിലേക്ക് ഒഴുകി വരുന്ന ഈ ദിവ്യകാരുണ്യത്തിന് നമ്മെ കാണുവാൻ കണ്ണുകളുണ്ട്, നമ്മളെ കേൾക്കുവാൻ കാതുകളുണ്ട്.
നമ്മുടെ ഹൃദയവികാര വിചാരങ്ങൾ മനസ്സിലാക്കുവാൻ ഹൃദയമുണ്ട്. ഈശോയുടെ കരങ്ങളിൽ, ദിവ്യകാരുണ്യ ഈശോയുടെ കരങ്ങളിൽ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സങ്കടങ്ങളെയും അതിജീവിക്കേണ്ട കുറവുകളെയും സമർപ്പിക്കാം. ഈശോ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, കർത്താവ് ഇന്നത്തെ വചനത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുകയായിരുന്നു, കോപം നമ്മൾ നിയന്ത്രിക്കേണ്ടതുണ്ട്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, പാല് കടഞ്ഞാൽ വെണ്ണ കിട്ടും, മൂക്കിനിടിച്ചാൽ ചോര വരും, കോപം ഇളക്കി വിട്ടാൽ കലഹമുണ്ടാകും. അതെ, നമുക്കറിയാം, ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും അതിൻ്റെ ഫലമുണ്ടാകും. പാലും തൈരും ഒക്കെ കടഞ്ഞാൽ വെണ്ണ കിട്ടും എന്ന് നമുക്കറിയാം. മൂക്കിലിടിച്ചാൽ രക്തം വരുമെന്നും നമുക്കറിയാം. ഇതുപോലെ തന്നെയാണ്, കോപം ഇളക്കി വിട്ടാൽ കലഹങ്ങളുണ്ടാകും. ഒരുപക്ഷെ ഇന്ന് ഈ ലോകത്തിലെ പല പ്രശ്നങ്ങളും കോപം ഇളക്കി വിടുന്നത് കൊണ്ടാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളാകട്ടെ, കുടുംബത്തിലുള്ള പ്രശ്നങ്ങളാകട്ടെ, ജോലിസ്ഥലത്തെ പ്രശ്നങ്ങളാകട്ടെ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള പ്രശ്നങ്ങളാകട്ടെ, ഭാര്യാഭർത്തക്കന്മാർക്കിടയിലുള്ള പ്രശ്നങ്ങളാകട്ടെ, പലയിടത്തും കോപത്തെ നിയന്ത്രിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. പല യുദ്ധങ്ങളും വേണ്ട വിധത്തിൽ കോപം നിയന്ത്രിക്കാൻ പല രാഷ്ട്രങ്ങൾക്കും സാധിച്ചാൽ പല യുദ്ധങ്ങളും കലഹങ്ങളും ഒഴിവായി പോകും. കർത്താവ് തിരുവചനത്തിലൂടെ പറയുകയാണ്, കോപം നിയന്ത്രിക്കേണ്ട ഒരു തിന്മയാണ്. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ ജഡത്തിൻ്റെ വ്യാപാരങ്ങളെക്കുറിച്ച് ഈശോ പഠിപ്പിക്കുമ്പോൾ, കോപം ജഡത്തിൻ്റെ വ്യാപാരമാണ്. ഈ ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ ഉള്ള വ്യക്തികൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് വചനം പറയുന്നു. അപ്പോൾ നമ്മൾ അതിജീവിക്കേണ്ട ഒരു കുറവാണ്, ഒരു തിന്മയാണ് കോപം, നിയന്ത്രിക്കാനാകാത്ത കോപം. ഇനി കോപം വന്നാൽ തന്നെ അത് സൂര്യാസ്തമയം കഴിഞ്ഞു പോകരുത് എന്ന് വചനം ഓർമ്മിപ്പിക്കുന്നു. സ്നേഹമുള്ളവരെ, കോപത്തിലൂടെ എൻ്റെ ബന്ധങ്ങളും സൗഹൃദങ്ങളും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഹൃദയശാന്തതയും സൗമ്യതയുമുള്ള ഈശോയെ, എനിക്ക് ശാന്തതയും സൗമ്യതയും നൽകണമേ, എന്നിലുള്ള കോപശീലത്തെ അതിജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും മറ്റെല്ലാ പ്രാർത്ഥനാ നിയമങ്ങളും സമർപ്പിച്ച് നമുക്ക് ഈ ഗാനത്തോട് ചേർന്ന് ദൈവത്തെ വിളിച്ചപേക്ഷിക്കാം. എതിർക്കേണം, നാം എതിർക്കേണം സാത്താന്റെ ശക്തികളെ. ഓടിപ്പോകും, നമ്മെ വിട്ടുപോകും ദൈവത്തിൻ വചനമേത്. തകരട്ടെ ശത്രുവിൻ കോട്ടകൾ, ഉയരട്ടെ യേശുവിൻ ജയക്കൊടി. വചനമവാളെടുത്തെതിർത്തുവിൻ യേശുവിൻ നാമത്തിനാ. തകരട്ടെ ശത്രുവിൻ കോട്ടകൾ, ഉയരട്ടെ യേശുവിൻ ജയക്കൊടി. വചനമവാളെടുത്തെതിർത്തുവിൻ യേശുവിൻ നാമത്തിനാ. യേശുവേ, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കണം. വലിയ അഭിഷേകം കൊണ്ട് നിറയ്ക്കണം, കൃപ കൊണ്ട് നിറയ്ക്കണം, ജ്വലിപ്പിക്കണം ഈശോയെ. പാപത്തിന്റെ, രോഗത്തിന്റെ, കോപത്തിൻ ശക്തികളെ യേശുവിൻ നാമത്തിൽ ശാസിക്കുന്നു. വിട്ടുപോകാ. പാപത്തിന്റെ, രോഗത്തിന്റെ, കോപത്തിൻ ശക്തികളെ യേശുവിൻ നാമത്തിൽ ശാസിക്കുന്നു. വിട്ടുപോകാ. തകരട്ടെ ശത്രുവിൻ കോട്ടകൾ, ഉയരട്ടെ യേശുവിൻ ജയക്കൊടി. വചനമവാളെടുത്തെതിർക്കുവിൻ യേശുവിൻ നാമത്തിലാ. തകരട്ടെ ശത്രുവിൻ കോട്ടകൾ,
ഉയരട്ടെ യേശുവിൻ ജയക്കൊടി. വചനപാലെടുത്തെതിർക്കുവിൻ യേശുവിൻ നാമത്തിലാ, യേശുവിൻ നാമത്തിലാ, യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ, യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങൾ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യങ്ങൾ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. മഹത്വം, 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 മഹത്വം. സ്തുതി ആരാധന. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ഈശോയുടെ കരങ്ങളിൽ കൊടുത്ത് നമുക്കൊന്ന് ചേർന്ന് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ ഒരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരാ ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധന, 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.